വെൽക്കം ടു യൂട്യൂബ് അങ്ങനെ അറിയേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താ പറയുക, ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പം എനിക്കിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, വീഡിയോസ് ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ വ്ളോഗൊന്നും എന്ത് ചെയ്യാമെന്നൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അതെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഇതൊന്നും ബോറടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇക്കാനോട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു. അർജൻറ്റായിട്ടാണ് ഇക്ക വന്നതും പോയത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഇക്കൊരു വ്ളോഗ് ചെയ്താക്കാൻ വന്നപ്പോൾ ഇക്ക ചെയ്ത വ്ളോഗ് നിങ്ങൾ കാണണം. ഇക്കാക്ക് ശരിക്കും ഫോൺ ക്യാമറ പിടിക്കാനോട് ഇക്കൊക്കെ അറിയില്ല. അത് യൂസ് ചെയ്യും. ഇക്കൊക്കെ അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇക്ക ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ വീഡിയോസ് എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഞാനാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ അതൊന്നും അറിയില്ല. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഒന്ന് ചെയ്തു തന്നത്. അത് നിങ്ങൾ കാണണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഉച്ചയ്ക്ക് ഇതാ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. പിന്നെ ഇതാ തത്തമ്മക്ക് കണ്ടില്ലേ, തത്തമ്മ അങ്ങനെ എന്താ കഴിക്കുന്നത് നോക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്നൊന്നും വർക്കുകളുണ്ട്, പോകണം. ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കണം. കണ്ടില്ലേ എന്തൊക്കെയാണ് നമുക്ക്. കയ്പയ്ക്ക് ഉപ്പേരി, ഇന്നലെ കുറച്ച് ബീഫിൻ്റെ ഇതുണ്ട്, വെണ്ടക്കപ്പുളി, പപ്പടം, അച്ചാറെടുത്തില്ല. എൻ്റെ ഇഞ്ചിപ്പുളി അച്ചാർ ഇഞ്ചിപ്പുളി അച്ചാർ കൊണ്ടുവന്നത്. ഇഞ്ചിപ്പുളി അച്ചാറാണത്. ഗാർലിക്കാണ്. വടിയാണ്. ഇഞ്ചിപ്പുളി അച്ചാറ് ഏടത്തി കൊണ്ടുവന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ കഴിക്കാൻ ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഞാൻ പുളിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ടൈമായി. സമയം ഇപ്പോൾ 3 മണിയാകാൻ വെറും 5 മിനിറ്റ് ഉള്ളൂ. ഉടനെ പോകാൻ. വേറെന്താണ്, ഇനിയിപ്പോൾ ഒന്നുമില്ല, പണിയുണ്ട്, അതുകൊണ്ട് പോട്ടെ. പഠിക്കാൻ ബാ ബച്ചു ബാ. പിണക്കൊക്കെ കഴിഞ്ഞു. ബാ കുട്ടി ബാ. ടെസ്റ്റ് വായിക്കാം. ബാ പിന്നെ ഉണ്ടാക്കി തരാം. ബാ. വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചിക്കൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ, മാഗി വേണ്ടാന്ന്. അപ്പോൾ ആൾ പിണങ്ങി. നാളെ ഉണ്ടാക്കാമല്ലോ. ബാ, നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം. ശരി ബാ, പഠിക്കാന്നാ. ബാ, ഞങ്ങൾ പഠിക്കാതിരിക്കണം ഗൈസ്. ഹിന്ദി പഠിക്കാതിരിക്കണം. നല്ല പഠിക്കും ഫൈസ്. വേമ്പ നല്ല കുട്ടിയാണെങ്കിൽ ബാ. അച്ചോ ഓടി ബറു. ഇതാണ് ഗൈസ്, പഠിപ്പിക്കാൻ ഇരിക്കുന്ന പണി ഭയങ്കര പണിയാണ്. നമുക്ക് എത്ര ക്ഷമ ഉണ്ടെങ്കിലും നമ്മുടെ ക്ഷമ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുന്ന മക്കളാണ് ഗൈസ്. പഠിപ്പിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. പഠിച്ച കൊണ്ടല്ലേ നല്ല മാർക്ക് കിട്ടി ഇപ്രാവശ്യം. ബാ പാച്ചു, ഞാൻ 3 വരവേക്ക് ഇവിടെ എത്തിയിരിക്കണം. 1 2 2 2.25 2.5 2.25 3 പറഞ്ഞ ഉറപ്പാണടി, സത്യം. 2.25 2.25 2.25 3
വായനെടുക്ക്. വായിലെന്താ ഇട്ടിരിക്കണം? 3 പറഞ്ഞാൽ ഇവിടെ എത്തിയിരിക്കണം. എത്തിയിട്ടില്ല. പിന്നെയും വായിലിട്ട്. ബാ ഞങ്ങൾ പഠിക്കാൻ പോണ കളിയാക്കണ കൈസ്. എനിക്ക് എന്താണ് എൻ്റെ വേദന അറിയൂടാ. സ്മൈൽ പ്ലീസ്. ഫൈസ്. ഇവിടെ നോക്കാം, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇപ്പം ബിരിയാണി കഴിക്കാൻ പോവണം. മുന്തിരി കഴിക്കുകയാണ്. ബിരിയാണി കഴിച്ച് കഴിഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി അത്ത വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ്. കുറച്ച് ബീഫല്ലേ ചിക്കനാടാ. അപ്പം അത് കഴിച്ചും കൊണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കണം. മുന്തിരിയും കഴിച്ചിട്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.